റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സാർ ഒപ്പമുണ്ട്. സാർ, ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം, അതായത് ഈ PMLA പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ അടിസ്ഥാനത്തിൽ ടി വീണയെ ED 8.5 മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടയച്ച ശേഷം കഴിഞ്ഞ ദിവസം വീണയുടെ ബാങ്ക് ലോക്കർ തുറന്ന് പരിശോധിച്ചിട്ടുമുണ്ട്. സാർ അതേക്കുറിച്ച് സൂചിപ്പിച്ചതാണ്. വീണയെ വിളിച്ചു വരുത്തി തിരുവനന്തപുരത്തുള്ള HDFC ബാങ്കിൻ്റെ ലോക്കറാണ് തുറന്നു പരിശോധിച്ചത്. കരിമണൽ കമ്പനിയുമായുള്ള വീണയുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ലോക്കർ പരിശോധിച്ചത്. EDക്ക് മുന്നിൽ വീണ ഹാജരാക്കിയ രേഖകളിൽ HDFC ബാങ്കിൻ്റെ ലോക്കറിൻ്റെ വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ലോക്കർ തുറന്ന് പരിശോധിച്ചത്. 3 മണിക്കൂറോളമാണ് EDയുടെ പരിശോധന അവിടെ തുടർന്നത്. അന്വേഷണ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും വീണ ലോക്കർ തുറന്നിട്ടുണ്ടോ എന്ന വിശദാംശങ്ങളടക്കം ED ഈ ബാങ്കിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അന്വേഷണ സംഘത്തിൽ നിന്ന് വീണ ഏതെങ്കിലും വിവരങ്ങൾ രഹസ്യമായി ലോക്കറിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെയാണ് പരിശോധിച്ചത് എന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. ശരിക്കും ഇത്രയും വിവാദമായ കേസിൽ മാസങ്ങൾ കഴിഞ്ഞ് ഈ ലോക്കർ പരിശോധിച്ചാൽ അതിൽ നിന്ന് എന്ത് കിട്ടാനാണ്? തിരുവനന്തപുരം ആയുർവേദ കോളേജിനടുത്തുള്ള HDFC ബാങ്കിലാണ് ED റെയ്ഡ് നടത്തിയത്. ആ ബാങ്കിൽ വീണ വിജയൻ്റെ ലോക്കർ പരിശോധിച്ചു. ലോക്കറിനകത്ത് ഒന്നും ലഭിച്ചില്ല. 3 മണിക്കൂറോളം അവരവിടെ പരിശോധന നടത്തി. ആ ബാങ്കിലെ ലോക്കർ എത്ര പ്രാവശ്യം തുറന്നു എന്ന് അവർക്ക് മിക്കവാറും വിവരം ലഭിക്കും. അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് സാധാരണ ഗതിയിൽ ഡിക്ലെയർ ചെയ്യാറില്ല. ചിലപ്പം ഗോൾഡ് എന്ന് മാത്രം പറയും, അല്ലെങ്കിൽ 120 പവൻ ഗോൾഡ്, അല്ലെങ്കിൽ 50 പവൻ ഗോൾഡ്. ബാങ്ക് ചിലപ്പം ഡിക്ലെയർ ചെയ്തേക്കാം. അല്ലെങ്കിൽ വസ്തുവിൻ്റെ 10 ഡോക്യുമെൻ്റ്, അതിൻ്റെ ആർക്കാണ്, എന്താണ്, ആരുടെ പേരിലുള്ളതാണ്, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും കാണില്ല. ഡോക്യുമെൻ്റ് 10. ഇങ്ങനെയുള്ള വിവരങ്ങളെ സാധാരണ ലോക്കറിൽ നിന്ന് ലഭിക്കാറുള്ളൂ. അതുതന്നെയല്ലേ വീണയുടെ കേസ് എത്രയോ നാൾ മുമ്പ് തുടങ്ങിയതാണ്. അതിനുശേഷം ലേറ്റായിട്ട് ഇപ്പം വന്ന് അവിടെ തുറന്നുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എങ്കിലും EDയുടെ പരിശോധനയിൽ ആയുർവേദ കോളേജിൻ്റെ അവിടെ HDFCയിൽ ഒരു ലോക്കറുണ്ട്, അതിൻ്റെ ഫീസ് അടച്ചിരിക്കുന്നു. അത് കണ്ടപ്പം ഇപ്പം വളരെ ലേറ്റായിട്ടാണേലും വന്ന് തുറന്ന് നോക്കി. അല്ലാതെ അവിടെ ഈ കേസുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യം ലഭിക്കില്ല. കാരണം ഇഷ്ടം പോലെ അത് മാറ്റാനുള്ള സൗകര്യം ഓൾറെഡി ED കൊടുത്തു കഴിഞ്ഞു, അല്ലെ EDക്ക് അത് പരിശോധിക്കാനുള്ള അവസരം ലഭിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ആ പരിശോധനയിൽ ഒന്നും ലഭിക്കില്ല, അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്, അവിടെ എത്ര പ്രാവശ്യം തുറന്നു, അത് കാരണം അതിന് ഡ്യൂപ്ലിക്കേറ്റ് കീ ഒരെണ്ണം ബാങ്കിലുണ്ടാവും. അപ്പോൾ അവർ വരുമ്പം അത് വന്ന് അതിൻ്റെ ടൈമൊക്കെ അവിടെ റെക്കോർഡ് ചെയ്യും. ആ ക്യാബിൻ അവരുടെ സാന്നിധ്യത്തിൽ ആയിരിക്കും പരിശോധിക്കുന്നത്. ബാങ്കിലൊരു ഓഫീസർ അവിടെ ഉണ്ടാവും. അത് എന്തെങ്കിലും എടുക്കുകയോ അല്ലെങ്കിൽ തിരിച്ചു വെക്കുകയോ ചെയ്തിട്ട് അവർ പോകും. അപ്പോൾ അതിനകത്തുനിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എവിഡൻസും EDക്ക് ലഭിച്ചില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സാർ, ഇവിടെ ഈ HDFC ബാങ്കിന് പുറമെ തിരുവനന്തപുരത്തെ ധനലക്ഷ്മി ബാങ്കിലും വീണയുടെയും കമ്പനിയുടെയും പേരിൽ മറ്റ് 2 അക്കൗണ്ടുകളുണ്ട്. ഇവിടെ ലോക്കർ എടുത്തിട്ടില്ല. 3 അക്കൗണ്ടുകൾ നേരത്തെ ED മരവിപ്പിച്ചതുമാണ്. ഇവിടെ മറ്റൊരു കാര്യമുള്ളത്, ഈ സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRൽ നിന്ന് വീണ മാനേജിംഗ് ഡയറക്ടറായ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന സ്ഥാപനം സേവനമൊന്നും നൽകാതെ 2.78 കോടി രൂപ കൈപ്പറ്റിയെന്നും CMRലിൻ്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പ നേടി എന്നൊക്കെയാണല്ലോ ആരോപണവും കേസും. ഇത്തരത്തിൽ കിട്ടിയ പണം ഉപയോഗിച്ച് ഒരുപക്ഷെ സ്വർണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മറ്റ് രേഖകൾ, ഇതെല്ലാം ഈ ലോക്കറിൽ കൊണ്ട് സൂക്ഷിക്കുമോ അവർ? പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ കൂടിയാണ്. ചെയ്യാത്ത സേവനത്തിനുള്ള പണം എന്ന ആരോപണം വരുന്നതിന് മുൻപാണ് ഇക്കാര്യങ്ങൾ എങ്കിൽ കൂടി. ഒരിക്കലും അത് അങ്ങനെയുള്ള എവിഡൻസ് ഒന്നും ലഭിക്കില്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനും അവരൊക്കെ വളരെ ബ്രൈറ്റാണ്, വളരെ ബ്രില്യൻ്റാണ്. അവർക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടത് നന്നായിട്ട് അറിയാം. അവരെ പൂട്ടുന്നതായ രീതിയിൽ ഏതെങ്കിലും ട്രാൻസാക്ഷനിലൊന്നും അവർ മനസ്സറിഞ്ഞ് വെക്കില്ല. അതുകൊണ്ട് ഇവിടുന്ന് EDക്ക് എതിരായോ അല്ലെന്നുണ്ടെങ്കിൽ എക്സാലോജിനയ്ക്ക് എതിരായോ
അവർ പറഞ്ഞത് അല്ലെങ്കിൽ അവർ കണ്ടെത്തിയതിൽ കൂടുതൽ ഒരു വിവരങ്ങൾ ഇനി ലഭിക്കാൻ സാധ്യതയില്ല. കാരണം ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 1,72,00,000 ആദ്യം പറഞ്ഞു, പിന്നീട് അത് 2,78,00,000 രൂപ CMRL എക്സാലോജിക്കിന് കൊടുത്തു. അതൊരു സേവനവും ചെയ്തിട്ടുണ്ടാവില്ല, സേവനത്തിന് വേണ്ടിയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരാൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന് അതിനകത്ത് എന്താണ് ഓഫൻസ്? ഞാൻ എപ്പോഴും കൂടെ അത് പറയുന്നതാണ്, അതിനകത്ത് ഒരു ഓഫൻസ് കണ്ടെത്താൻ കഴിയില്ല. കാരണം നമുക്കൊരാൾ സ്ഥിരമായിട്ട് നമ്മുടെ ആയിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ നമ്മൾ അയാളെ സഹായിച്ചതിൻ്റെ പുറത്തോ അയാൾ വലിയ പണക്കാരനായപ്പോൾ നമുക്ക് എല്ലാ മാസവും 5-10 ലക്ഷം രൂപ തരികയാണ്. അത് അവർ നമ്മൾ ഡിമാൻഡൊന്നും ചെയ്യാതെ അയാൾ വോളണ്ടറി ആയിട്ട് ഇങ്ങോട്ട് തരികയാണ്. അത് ഇന്ത്യയിൽ ഒരു ഓഫൻസ് അല്ല. ആ പണം നമ്മൾ വാങ്ങിച്ചു, നമ്മൾ അഡ്മിറ്റ് ചെയ്തു, നമ്മൾ ചിലവാക്കി. അതേസമയത്ത് അയാൾ തരുന്നുമുണ്ട്, അതിന് കണക്കുമുണ്ട്. അതിനൊരു ഇൻകം ടാക്സിൻ്റെ ടാക്സുകൾ കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മറ്റൊരു ഓഫൻസും ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 2,78,00,000 രൂപ അത് തന്നതിനകത്തൊരു ഒഫൻസ് ഇടിക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അവരതിൻ്റെ ടാക്സും ഇൻകം ടാക്സും മറ്റുമൊക്കെ അടച്ചിട്ടുമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിനകത്തൊരു ഒഫൻസ് ഈ കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇതുവരെയുള്ള വിവരങ്ങൾ വെച്ച് നോക്കിക്കഴിയുമ്പോൾ എക്സാലോയ്ക്ക് ഇവർക്ക് 2,78,00,000 കൊടുത്തെന്നല്ലാതെ അത് അതിനൊരു സർവീസും ഇല്ലാതെ ചുമ്മാ കൊടുത്തത് തന്നെ. അതിനകത്തൊരു ഒഫൻസ് കാണാനില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ മാത്രം വെച്ചിട്ട് വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. ഇഡിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ കാര്യം, ഈ ഒരു ഒഫൻസ് ഇത്രയും വെളിവാക്കിയ കാര്യം വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ വീണയുടെ ബാങ്ക് ലോക്കർ പരിശോധിച്ചതിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ പ്രതികരണം സാറുകൂടി ഇന്നലെ കണ്ടു കാണും. ബാങ്ക് ലോക്കർ തുറക്കുമ്പോൾ വിസ്മയമുണ്ടോ എന്ന് അറിയാമല്ലോ, ഒരു മഹാകാര്യം പോലെയാണല്ലോ പരിശോധന എന്നൊക്കെയാണ് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിനിടെ പ്രതികരിച്ചത്. അപ്പോൾ പിണറായിക്കൊരു ടെൻഷനുമില്ല, ഒരുതരം ചങ്കുറപ്പുണ്ട് അദ്ദേഹത്തിന്. അത് മകൾ തെറ്റുകാരിയല്ല എന്നതിൻ്റേതാണോ? അങ്ങനെ തന്നെ കാര്യം. കാരണം ഇവിടെ പരിശോധിച്ചാൽ HDFC അവിടെ പരിശോധിച്ചാലും അല്ലെങ്കിൽ മറ്റ് 1-2 ബാങ്ക് ട്രിവാൻഡ്രത്തുള്ള ആ ബാങ്കുകളും പരിശോധിച്ചാലും അവിടെ ഒന്നും യാതൊരു ഒഫൻസ് കണ്ടെത്താൻ കഴിയില്ല. ബാങ്ക് ട്രാൻസാക്ഷൻ കാണുമായിരിക്കും, വന്ന പൈസ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ കണ്ടാവും. ആ കാര്യത്തിൽ പിതാവായ പിണറായി വിജയന് ഒരു ടെൻഷനുമില്ല. അതുകൊണ്ടല്ലേ അദ്ദേഹം ഒരു കളിയാക്കുന്ന രീതി തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ ടെൻഷൻ കൊള്ളേണ്ട ഒരു ആവശ്യമില്ലല്ലോ, അതിനകത്തൊരു വിസ്മയം ഇല്ലല്ലോ, അവിടെ നിന്നൊന്നും കണ്ടെത്താനും കഴിയില്ലല്ലോ. അത് അവിടെ നിന്നൊന്നും കണ്ടെത്തില്ല എന്ന് തീർച്ചയായിട്ടും അവർക്ക് രണ്ടുപേർക്കും വിശ്വാസമുണ്ട്. കാരണം അങ്ങനെ ഒരു ഷെയ്ഡി ട്രാൻസാക്ഷൻ ഈ ബാങ്ക് ലോക്കറിൽ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വെക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം അങ്ങനെയുള്ള 100,000 അനുഭവങ്ങൾ ഇവർക്കുണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ കടന്നു വന്നതാണ്. അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യം ചെയ്യലിൽ പണമിടപാടുകൾ സംബന്ധിച്ച് കൃത്യമായ മറുപടി നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ED വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. സേവനത്തിനുള്ള പ്രതിഫലമായാണ് പണം ലഭിച്ചത് എന്ന കാര്യത്തിൽ തൃപ്തികരമായ വിശദീകരണം നൽകാൻ സാധിക്കാത്തതിന് പിന്നാലെയാണ് ഈ ബാങ്ക് ലോക്കറുകൾ കൂടി ED പരിശോധിച്ചത്. വീണയ്ക്ക് കൃത്യമായ മറുപടി നൽകാൻ പറ്റില്ലേ ഇനിയും? വീണയ്ക്ക് ഈ കാര്യത്തിനകത്ത് പണം തന്നതിനെപ്പറ്റി അതിന് ചില വൗച്ചറും അതിനുള്ള ലെഡ്ജറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് സ്റ്റാഫിനും അറിയാം. ഈ പണം വന്നു, ആ പണം എങ്ങോട്ട് പോയെന്നുള്ള കാര്യത്തെപ്പറ്റി ആ സ്റ്റാഫിന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ആരുപയോഗിച്ചു എന്ത് വെച്ചു, പക്ഷേ അക്കൗണ്ടിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. പണം വന്ന കാര്യത്തെപ്പറ്റി അവർക്ക് നല്ല ബോധ്യം, എത്ര പണം കിട്ടിയെന്നൊക്കെ അവർക്കറിയാം. കാരണം അവരുടെ സ്റ്റാഫാണ്. പണം വരുന്ന എക്സാലോജിക്കിൻ്റെ അവിടുന്ന് അവർക്ക് ലഭിച്ച പണം എത്ര എന്ന് CMRL നിന്ന് വന്നതിൻ്റെ കണക്കുണ്ടാവും. അത് ഏതൊക്കെ ബാങ്കിലോട്ട് തിരിച്ചു പോയി, വ്യക്തിപരമായ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ അക്കൗണ്ടിലോ ഏതെങ്കിലും ബാങ്കിലേക്കോ പോയെന്ന് ആർക്കറിയാം. ഇല്ലെങ്കിൽ അക്കൗണ്ട് അത് ഇന്ത്യയിലുള്ളതാണോ വിദേശത്തുള്ളതാണോ എന്നും ചിലപ്പോൾ സ്റ്റാഫിന് പറയാൻ പറ്റും. അത് എന്തിന് വിനിയോഗിച്ചു എന്നുള്ള കാര്യത്തെപ്പറ്റി ആ സ്റ്റാഫിനൊന്നും പറയാൻ കഴിയില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥിരമായിട്ട് ഒരിടത്തോട്ട് പണം ഈ കിട്ടിയ പണം അയക്കുന്നുണ്ടെങ്കിൽ അതേത് സ്ഥാപനമാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അത് എന്തിനാണ് ആ പണം അവർക്ക് കൊടുക്കുന്നതെന്നുള്ള കാര്യത്തിലും വ്യക്തത ഉണ്ടാവില്ല സ്റ്റാഫിന്. അതുതന്നെയല്ല, ED ചോദിച്ചപ്പം ഇവരുടെ അക്കൗണ്ടിനെ പറ്റി വിശദമായിട്ട് ചോദിച്ചപ്പം അതിൽ വന്ന പണത്തിൻ്റെയും
അത് എന്തിനു ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തൊക്കെ സ്റ്റാഫിനെ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു ഒഴിയുകയാണ് ചെയ്തത്. കാരണം അതിന് കൂടുതൽ വിശദീകരണമൊന്നും കൊടുത്തില്ല. അതെന്ത് സേവനത്തിനാണെന്ന് പറഞ്ഞാൽ ഒരു സേവനം അവരെ സർവീസ് മാറ്ററിൽ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നു, ഒരു സിമ്പതി വെച്ച് കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ള രീതിയിലപ്പുറം ഒരു ഒഫൻസ് ഞാൻ കാണുന്നില്ല. കാരണം അത് പണം വന്നതും പോകുന്നതും ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പം അതിന് സാങ്ഷൻ വാങ്ങിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. അത് വാങ്ങാതെ മണി ട്രാൻസ്ഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കുറ്റകരമായ കാര്യം തന്നെയാണ്. അത് ആ ഒരു സെക്ഷൻ അനുസരിച്ചേ ഉള്ളൂ. അല്ലാതെ ഒരു സർവീസും സേവനവും ചെയ്യാതെ തന്നെ പണം വാങ്ങിച്ചത് ഒരു ഒഫൻസായിട്ട് ഇഡിക്ക് കണക്കാക്കാനും കഴിയില്ല. ഇന്ത്യയിലെ ഒരു ഏജൻസിക്കും അതൊരു കുറ്റമായിട്ട് ചാർത്താനും കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സാർ, മറ്റൊരു കാര്യമുള്ളത്, ഈ കോടതി കൈമാറാൻ നിർദ്ദേശിച്ച 134 രേഖകൾ ഇതുവരെ ഈ SFIO ഇഡിക്ക് കൈമാറിയിട്ടില്ല. പരിശോധനയുടെ വിവരങ്ങൾക്കൊപ്പം SFIO രേഖകൾ കൂടി ലഭ്യമായാൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് ഇഡി നീക്കം നടത്തുന്നതും. കോടതി നിർദ്ദേശിച്ച സമയപരിധി കഴിഞ്ഞിട്ടും SFIO എന്തുകൊണ്ടാണ് ഈ രേഖകൾ ഇഡിക്ക് കൈമാറാത്തത്? ഇല്ല, SFIയുടെ രേഖകൾ കോടതി കൈമാറാനായിട്ട് ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷെ അത് 22,000-ഓളം റെക്കോർഡുകളാണ്. 22,000 പേജുണ്ട്. അതിന് 134 റെക്കോർഡിന് 22,000 പേജുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ കോടതിക്ക് ഡിലേ വന്നിട്ടുണ്ട്. കോടതി 2 ദിവസത്തിനകം കൊടുക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് കിട്ടിയ ശേഷം മാത്രമേ അതിൻ്റെ മുഴുവൻ ട്രാൻസാക്ഷൻസ് ഇഡി ജീവനക്കാർ നോക്കി പരിശോധിച്ച ശേഷം മാത്രമേ അടുത്ത റൗണ്ട് ക്വസ്റ്റ്യനിങ് വീണ തൈക്കണ്ടി ഹാജരാകേണ്ടിയുള്ളൂ. സാർ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ 2 ഘട്ട ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ, വീണയുടെ അറസ്റ്റിന് സാധ്യതയുള്ളൂ എന്ന് സാർ പറഞ്ഞിരുന്നു. ശരിക്കും ഒരു അറസ്റ്റിനുള്ള സാധ്യതയുണ്ടോ ഈ കേസിൽ? അതിപ്പോഴത്തെ HDFC മറ്റ് ബാങ്കിലൊക്കെ, ധനലക്ഷ്മി ബാങ്കിലുമൊക്കെ അവരുടെ ബാങ്ക് ട്രാൻസാക്ഷൻ്റെ വിവരങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനകത്തൊരു ഒഫൻസ് ഈ പണം വന്നു അല്ലെങ്കിൽ എക്സാലോജിക്കിന് പണം ലഭിച്ചു, അത് കർത്തായുടെ അവിടെ നിന്ന് വന്നതാണ്, ഒരു സേവനം ഇല്ലാതെ തന്നെ ലഭിച്ചതാണെന്ന് തന്നെ കരുതി വെച്ചോളൂ. അങ്ങനെയുള്ള ഇതിനകത്തൊരു ഒഫൻസ് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അടുത്ത റൗണ്ട് ചോദിക്കും, അതിന് സംശയമൊന്നുമില്ല. കാരണം പണം എങ്ങോട്ട് പോയി, ആര് ഉപയോഗിച്ചു, ആരുടെ അക്കൗണ്ടിലൊക്കെ പോയി എന്നുള്ള വിവരങ്ങളൊക്കെ കണ്ടെത്തണം. SFIയുടെ ആ റെക്കോർഡ് ഇപ്പം കോടതിയിൽ നിന്ന് 2 ദിവസത്തിനകം ലഭിക്കുമെന്നാണ് മനസ്സിലായത്. അത് കിട്ടിക്കഴിഞ്ഞ ശേഷം അത് പഠിച്ച് അത് ബേസ് ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും ഒരു ഒഫൻസ് നടത്തിയിട്ടുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ആ പണം വേറെ ഏതൊക്കെ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോയിട്ടുണ്ടോ, അതൊക്കെ കുറ്റകരമായിട്ട് വരും, അതിന് സാങ്ഷൻ ഇല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെയാണ് ഇനി ഇഡി നോക്കുന്നത്. പക്ഷേ ഇതുവരെ അവരുടെ പേരിൽ ഒരു കാര്യമായ കുറ്റം ചാർത്താനുള്ള ഒഫൻസ് കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന്